വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവം കൊട്ടേഷൻ ആക്രമണം എന്ന് പോലീസ്. ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിൽ എടുത്തതിൽ ഒരാൾ യുവതിയുടെ പിതൃ സഹോദരന്റെ മകളാണ്. പ്രധാന പ്രതി സജീഷിനായി അന്വേഷണം വ്യാപിപ്പിച്ചു. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയക്ക് നേരെയുണ്ടായ അതിക്രൂരമായ അക്രമത്തിലാണ് 2 പ്രതികളെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. ചോര പുറത്തുവരാതെ ചതയ്ക്കണമെന്നതായിരുന്നു ജയക്കെതിരെ നൽകിയ കൊട്ടേഷനിലെ പ്രധാന ആവശ്യം. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ യുവതിയെ കൊല്ലാക്കൊല ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തവർ നിസ്സാരക്കാരല്ല എന്നാണ് പോലീസ് പറയുന്നത്. നീണ്ട നാളത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ചോര പുറത്തുവരാതെ ചതയ്ക്കാൻ പറഞ്ഞ പ്രിയങ്കയും ഭർത്താവ് സജീഷും ചേർന്ന് കൊട്ടേഷൻ സംഘത്തെ സമീപിച്ചത്. പ്രിയങ്കയുടെ 2ാം ഭർത്താവായ സജീഷ് ആദ്യ വിവാഹത്തിലെ കുട്ടികളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. മർദ്ദനമേൽക്കുമ്പോൾ കുട്ടികൾ ഓടി വന്നിരുന്നത് ഓട്ടോ ഡ്രൈവറായിരുന്ന ജയയുടെ വീട്ടിലേക്കാണ്. കുട്ടികളെ ഉപദ്രവിക്കുന്നതിനെതിരെ ജയ ശബ്ദമുയർത്തി. ഇതോടെയാണ് ജയക്കെതിരെ പ്രിയങ്കയും സജീഷും ഭീഷണി മുഴക്കുകയും കൊട്ടേഷൻ സംഘത്തിന് കരാർ ഉറപ്പിച്ച് ആക്രമിക്കാനുള്ള കൊട്ടേഷൻ നൽകുകയും ചെയ്തത്. ജയയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രിയങ്കയുടെ വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ പ്രധാന പ്രതി സജീഷ് തോട്ടിൽ ചാടി രക്ഷപ്പെട്ടു. തൊട്ടുപിന്നാലെ ഗൂഢാലോചന കേസിൽ സജീഷിന്റെ ഭാര്യയും ജയയുടെ അടുത്ത ബന്ധുവുമായ പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊട്ടേഷൻ സംഘത്തിലെ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കേസിലെ മുഖ്യപ്രതി സജീഷിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഞാറക്കൽ പോലീസ്. ജയ ആക്രമിക്കപ്പെട്ട പ്രദേശത്ത് പോലീസ് ഇന്നെത്തി തെളിവുകൾ ശേഖരിക്കുകയും പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഗൂഢാലോചന, വധശ്രമം, അനധികൃതമായി സംഘം ചേരൽ തുടങ്ങി ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജയയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഗൂഢാലോചന നടത്തിയവർക്കും കൊട്ടേഷൻ ഏറ്റെടുത്തവർക്കുമെതിരെ കർശനമായ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന പ്രതീക്ഷയും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.